നമസ്കാരം. കേന്ദ്രത്തിനെ 100 തവണ കുറ്റം പറയുന്ന കേരള സർക്കാർ ഇപ്പോൾ ഉണ്ടായ ദുരന്തം വരുത്തിവെച്ച വിനയാണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നതെന്ന് കേന്ദ്രം പറഞ്ഞിരിക്കുന്നു. വയനാടുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ ആരോപണവുമായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അനധികൃത കയ്യേറ്റവും ഖനനവും അനുവദിച്ചതിന്റെ ദുരന്തമാണ് വയനാട് ഇപ്പോൾ നേരിടുന്നതെന്ന് കേന്ദ്രമന്ത്രി കുറ്റപ്പെടുത്തിയിരിക്കുന്നു. കേന്ദ്രം നിയോഗിച്ച കമ്മിറ്റിയെ അവഗണിക്കരുതെന്നും ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു. സംസ്ഥാനം നിർദ്ദേശങ്ങൾ സമർപ്പിക്കണമെന്നും ഭൂപേന്ദ്ര യാദവ് പറഞ്ഞു. പ്രാദേശിക രാഷ്ട്രീയക്കാരുടെ ഒത്താശയോടെയാണ് ഇവിടെ നിയമവിരുദ്ധമായി മനുഷ്യവാസം നടത്തുന്നത്. ഈ മേഖലയിൽ അവർ കയ്യേറ്റങ്ങൾ അനുവദിച്ചു. ഇത് വളരെ സെൻസിറ്റീവായ മേഖലയാണ്. മുൻ ഡയറക്ടർ ജനറൽ ഓഫ് ഫോറസ്റ്റ് സഞ്ജയ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ കേന്ദ്രം പഠിപ്പിക്കാൻ ഇവിടെ നിയോഗിച്ചിട്ടുണ്ട്. ഇവർ സംസ്ഥാന സർക്കാരുമായി സംസാരിച്ചിട്ടുമുണ്ട്. ഇത് സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടാണെന്നാണ് ഇപ്പോൾ കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നത്, അവരുടെ നയം വ്യക്തമാക്കിയത്. പ്രാദേശിക അധികൃതരുടെ സഹായത്തോടെ ഇവിടെ അനധികൃത കയ്യേറ്റവും ഖനനവും നടക്കുന്നുണ്ട്. ഇക്കോ സെൻസിറ്റീവ് സോണുകൾക്കായി കേരള സർക്കാർ ഒരു പദ്ധതി തയ്യാറാക്കിയിരിക്കണം. അതും കേരളം പോലൊരു നാട്ടിൽ. സംസ്ഥാനത്തിന്റെ റിപ്പോർട്ട് സഞ്ജയ് കുമാറിന് നൽകണം. ദീർഘനാളുകളായി ഈ കമ്മിറ്റിയെ സംസ്ഥാന സർക്കാർ ഒഴിവാക്കുകയായിരുന്നുവെന്നും ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. സർക്കാർ സംവിധാനങ്ങൾ ഇത്തരം പ്രവർത്തികൾക്ക് നിയമവിരുദ്ധ സംരക്ഷണം നൽകി എന്നും അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. വളരെ സെൻസിറ്റീവായ പ്രദേശത്തിന് ആ പ്രാധാന്യം നൽകിയില്ല എന്നുള്ളതും ഇപ്പോൾ കേന്ദ്രമന്ത്രി എടുത്തു പറയുന്ന കാര്യമാണ്. നൽകിയ മുന്നറിയിപ്പുകളെല്ലാം അവഗണിച്ചു. ഭാവിയിലെങ്കിലും ഈ രീതിയിലുള്ള ഖനനവും മണ്ണെടുപ്പും അടക്കം ഇല്ലാതാകേണ്ടതുണ്ട്. അത് മനുഷ്യവാസത്തിനും മനുഷ്യന്റെ ജീവിതത്തിനുമൊക്കെ വളരെ നിർണായകമായ ഒരു മുന്നറിയിപ്പാണ്. ഇതെങ്കിലും സർക്കാർ ഏറ്റെടുക്കണം, അല്ലെങ്കിൽ സർക്കാർ ഈ മുന്നറിയിപ്പ് ശ്രദ്ധ കേന്ദ്രീകരിക്കണം, ഇത് നടത്തണം എന്നാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി പറയുന്നത്. വളരെ സെൻസിറ്റീവായ പ്രദേശത്തിന് ആ പ്രാധാന്യം നൽകിയില്ലെന്നും ഭൂപേന്ദ്ര യാദവ് കുറ്റപ്പെടുത്തി. നൽകിയ മുന്നറിയിപ്പുകളെല്ലാം അവഗണിക്കുകയായിരുന്നു സർക്കാർ. ഭാവിയിലെങ്കിലും ഈ രീതിയിലുള്ള ഖനനവും മണ്ണെടുപ്പും അടക്കം ഇല്ലാതാകേണ്ടത് മനുഷ്യർക്ക് അത് അനിവാര്യമാണ്. കേന്ദ്രമന്ത്രി ഇക്കാര്യം പറയുമ്പോഴും അത് സംസ്ഥാന സർക്കാർ എത്രമാത്രം അത് പ്രാവർത്തികമാക്കുമെന്ന വലിയ ആശങ്ക അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതേസമയം പുതിയ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ നിർണയിച്ചുള്ള വിജ്ഞാപനം കഴിഞ്ഞ 31-ന് കേന്ദ്രം പുറത്തിറക്കിയിരുന്നു. അതിൽ അഭിപ്രായം അറിയിക്കുന്നതിന് 60 ദിവസത്തെ സമയമാണ് സംസ്ഥാനങ്ങൾക്കടക്കം അനുവദിച്ചത്. കേരളത്തിൽ വയനാട്ടിലെ വില്ലേജുകൾ അടക്കം കേരളത്തിലെ 9993 ചതുരശ്ര കിലോമീറ്ററുകൾ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ഉൾപ്പെടുന്നു എന്നും മുൻ ഫോറസ്റ്റ് ഡയറക്ടർ ജനറൽ സഞ്ജയ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള 5-അംഗ സമിതിക്കാണ് ഈ ചുമതല ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ദുരന്തം ഉണ്ടാകുന്നതിന് 16 മണിക്കൂർ മുൻപ് മുന്നറിയിപ്പ് നൽകി ഹ്യൂം സെന്ററും രംഗത്ത് വന്നിരുന്നു. എന്നാൽ ഈ മുന്നറിയിപ്പുകളെ ചൊല്ലിയുള്ള തർക്കങ്ങളും ഇപ്പോൾ സർക്കാരിന്റെ വീഴ്ചകളും ഒക്കെ ചർച്ചയാകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതായത് പരിസ്ഥിതി ലോല മേഖലകളിൽ സർക്കാർ എന്തുകൊണ്ട് അതൊരു ജനവാസ മേഖലയാക്കി മാറ്റിയത് വലിയ രീതിയിലുള്ള ദുരന്തത്തിന് കാരണമായി എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും. അതിനൊക്കെ കാരണക്കാരായും അല്ലെങ്കിൽ കൂട്ടുനിന്നതുമൊക്കെ രാഷ്ട്രീയ പ്രമുഖരും സാധാരണക്കാരും ഒക്കെ ഈ കാര്യത്തിൽ കൂട്ടുനിന്നു എന്നാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി എടുത്തു പറയുന്ന കാര്യം. അതേസമയം വയനാട് ഉരുൾപൊട്ടലിനെ എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നില്ല എന്നാണ് രാഷ്ട്രീയ ചർച്ചകളും ഒക്കെ ഇപ്പോഴുണ്ടാകുന്നത്. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ആവശ്യപ്പെടുമ്പോൾ ദേശീയ ദുരന്തം എന്നത് ഒന്നില്ല എന്നാണ് BJPയുടെ നിലപാട്. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ നിബന്ധനയില്ലെന്ന UPA സർക്കാരിന്റെ കാലത്ത് ആഭ്യന്തര സഹമന്ത്രിയായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു. അതും BJP ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. 2013 ഓഗസ്റ്റ് 6-ന് ഉത്തരാഖണ്ഡ് ദുരന്തം സംബന്ധിച്ച ചോദ്യത്തിനാണ് അന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ ലോക്സഭയിൽ മറുപടി നൽകിയത്. രാജ്യത്തുണ്ടാകുന്ന ഗുരുതര സ്വഭാവമുള്ള പ്രകൃതി ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ സർക്കാർ എന്തെങ്കിലും മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ടോ എന്നായിരുന്നു അന്നത്തെ ചോദ്യം. കേന്ദ്ര സർക്കാരിന്റെ മാർഗനിർദ്ദേശത്തിൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ നിബന്ധനയില്ലെന്നാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നൽകിയ മറുപടി. ദുരന്തം ഉണ്ടാകുമ്പോൾ നമ്മൾ അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ആവശ്യമായ രക്ഷാപ്രവർത്തനവും ദുരിതാശ്വാസ പ്രവർത്തനവും നടത്തേണ്ടതാണ്. പ്രാഥമിക ഉത്തരവാദിത്വം ഇതാണ് ചെയ്യേണ്ടിയുള്ളത്. ഈ പ്രാഥമിക ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണ് അത് ചെയ്യേണ്ടതും ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതും സംസ്ഥാന സർക്കാരാണെന്നും അന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞിരുന്നു. ഓരോ സംസ്ഥാനത്തും ഇതിനായി സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ട്, അതായത് SDRF രൂപീകരിച്ചിട്ടുണ്ട്. ഈ ഫണ്ടിൽ നിന്ന് സംസ്ഥാന സർക്കാർ നിയമവും ചട്ടവും പാലിച്ച് അടിയന്തരമായി ദുരിതാശ്വാസ നടപടികൾ സ്വീകരിക്കണം എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതിലുപരിയായി എന്തെങ്കിലും ചിലവുകൾ ഉണ്ടായാൽ അതിനായി
SDRF അല്ലെങ്കിൽ NDRF ഫണ്ട് വിനിയോഗിക്കാതെ സംസ്ഥാന സർക്കാരിന്റെ തനത് ഫണ്ടിൽ നിന്ന് പണം നൽകണമെന്നും ആ മറുപടിയിൽ നിന്ന് പറയുന്നുണ്ട്.